ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്തായിരുന്നു വിശേഷം എന്നല്ലേ, ഇന്ന് നമ്മൾ 100 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് ആഘോഷിച്ചാലോ? അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. ഹേ ഗൈസ്, അപ്പോൾ നിങ്ങൾ വിചാരിക്കും 100 സബ്സ്ക്രൈബേഴ്സ് ആയതിനൊക്കെ ഇത്ര ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇത്ര കേക്ക് മുറിക്കുക, അല്ലെങ്കിൽ ഇത്ര സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഗൈസ്, എനിക്കുണ്ട്. കാരണം എനിക്കൊരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഇത്രയും വലുതാണ്. ഒരു യൂട്യൂബിലൊരു സബ്സ്ക്രൈബർ കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര പാടാണ്. നമ്മൾ അവരെ അട്രാക്ട് ചെയ്താലേ ഒരു സബ്സ്ക്രൈബർ വീഴത്തുള്ളൂ. ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും, 2 ദിവസം കൊണ്ടൊക്കെ ഒരു 100 ഫോളോവേഴ്സൊക്കെ ആവാൻ അത്ര വലിയ പാടൊന്നുമില്ല. അപ്പോൾ യൂട്യൂബിൽ ഒരു സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കിത് ഭയങ്കര വലിയ കാര്യമാണ്. എൻ്റെ ഫസ്റ്റ് സബ്സ്ക്രൈബർ ആയ ടൈമിൽ തന്നെ എനിക്ക് അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് ഒരു സബ്സ്ക്രൈബർ വരിക എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു 100 സബ്സ്ക്രൈബേഴ്സ് ആയത് എനിക്ക് ഭയങ്കര ഒരു വലിയ അച്ചീവ്മെൻറ്റ് തന്നെയാണ്. ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ഒരു 100 സബ്സ്ക്രൈബർ എന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നും അല്ല. കാരണം ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 6 months ആയി യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ ഞാൻ കുറച്ചും കൂടെ ആക്റ്റീവായി തുടങ്ങിയത് ഒരു 2 മാസമൊക്കെ ആയപ്പോഴാണ്. അതിൽ തന്നെ ഞാൻ 1 വീക്കിൽ ഒരു 2 വീഡിയോസെങ്കിലും ഇട്ട് അതുപോലെയാണ് ഞാൻ. കാരണം എനിക്ക് എന്ത് കോണ്ടൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കോണ്ടൻറ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ, എനിക്കൊന്നും ചെയ്യാനില്ല, അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് ചെയ്യാൻ. പിന്നെ ഞാൻ വിചാരിച്ചാൽ എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ദിവസമായി 100 സബ്സ്ക്രൈബേഴ്സ് ആയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു ബ്രൗണിയൊക്കെ വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ കേക്ക് കട്ട് ചെയ്താലോ? അപ്പോൾ ഒരു കുഞ്ഞിനൊക്കെ എന്താ 100 സബ്സ്ക്രൈബേഴ്സ് അതിനെ പറ്റി പറയാനുള്ളത്? ഇന്ന് പറയാനൊന്നുമല്ല, ബട്ട് ശേഷിയെ സംബന്ധിച്ചാണെങ്കിലും ആരെ സംബന്ധിച്ചാണെങ്കിലും അതൊരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. 100 സബ്സ്ക്രൈബേഴ്സ് കാര്യമൊന്നും അല്ല കേട്ടോ. യെസ്, അവർക്ക് ഇച്ചിരി ബോധമൊക്കെ ഉണ്ട് ഗൈസ്. 100 സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ അത്ര ചെറിയ കാര്യമൊന്നും അല്ല. അപ്പോൾ നമ്മൾ എന്താ ഇപ്പം ചെയ്യാൻ പോകുന്നത്, സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ആക്ച്വലി ഗൈസ്, ഇറ്റ്സ് എ ബ്രൗണി. ഒരു ബ്രൗണിയാണ്. നമ്മൾ 2 ബ്രൗണി വാങ്ങിച്ചിട്ട്, 2 ഹേർട്ട് ഷേപ്പിലാണ് ബ്രൗണി വാങ്ങിച്ചിട്ട് നമ്മളൊരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മുറിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് കേക്ക് മുറിക്കാം. ഞങ്ങളെ കേക്ക് കാണിച്ചു തരാം. ഇത് മറ്റേ നമ്മൾ 2 ബ്രൗണി വാങ്ങിച്ചിട്ട് അതിനകത്ത് ഡയറി മിൽക്ക് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഇത് മിൽക്കി ബാർ ആണ് ഗൈസ്. ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇങ്ങനെ ചെടിച്ച് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിത് മുറിക്കാം ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ 100 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ്. ഓക്കെ, റെഡിയല്ലേ? ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നന്ദിയുണ്ട്. കാരണം 100 സബ്സ്ക്രൈബേഴ്സ് ആയത് നിങ്ങൾ കാരണമാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ, എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എൻ്റെ ലൈഫിൽ ഈ ഒരു 100 സബ്സ്ക്രൈബർ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും വലിയൊരു കാര്യമാണ്. ഇവിടെ എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ച്, ചേച്ചിക്ക് 100 സബ്സ്ക്രൈബർ ആയപ്പോൾ ചേച്ചി കേക്ക് കുറിക്കാൻ പോകുന്നു, അപ്പോൾ 1000 സബ്സ്ക്രൈബർ ആകുമ്പോൾ ചേച്ചി എന്തൊക്കെ കാണിക്കുന്നു തമാശയ്ക്ക് ചോദിച്ചു. അപ്പം ഗൈസ്, 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാലും നമ്മൾ ചെറിയ ബ്രൗണിയൊക്കെ വാങ്ങിച്ച് മുറിക്കും. പിന്നെ നമുക്ക് ഇച്ചിരി വലിയൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ കേക്കൊക്കെ വാങ്ങിച്ച് മുറിക്കാം ഗൈസ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോവല്ലേ 100 സബ്സ്ക്രൈബേഴ്സ് ആണെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ, നമ്മൾ ഇൻസ്റ്റയിൽ 3-4 വർഷമായി ഇൻസ്റ്റയിൽ എന്താ പറയുന്നത്, ഒരു ആ ടൈമിൽ ഫോളോവേഴ്സൊക്കെ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുമാതിരി ഹരമായിരുന്നു. ഇങ്ങനെ ഇൻസ്റ്റ ഇങ്ങനെ നോക്കിയിരിക്കും എത്ര ഫോളോവേഴ്സ് ആകുന്നതെന്ന് നോക്കിയിട്ട്. ഗൈസ്, നല്ല ഇടിയൊക്കെ ഉണ്ട്, മഴ വരുന്ന ടൈമാണെന്ന് തോന്നുന്നു, മഴ പെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. നമുക്കതിന് മുമ്പേ വീഡിയോ തീർക്കണം. അപ്പോൾ ആ ടൈമിലാണെങ്കിൽ ഞാനിങ്ങനെ 1K ആവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും 1K ആകുമ്പോഴത്തേക്കിന് സ്റ്റോറി ഇടുക, 1K ഫാമിലി, താങ്ക് യു സോ മച്ച്, ആൻഡ് താങ്ക് യു ഗൈസ്, 1K ഫാമിലി ഗൈസ്, മഴ പിടിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് എനിക്കും 1K ആകുമ്പം ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റോറി ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് ഒരു 992 ആയപ്പോഴത്തേക്കിന് ഞാൻ എന്തോ ചെയ്തു, കുറേ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ഫോളോ അടിച്ച്. അങ്ങനെ കറക്റ്റ് 1000 ആയപ്പം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്റ്റോറി ഇട്ട് 1K ഫാമിലി, താങ്ക് യു ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 999 ആയി. കാരണം അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കൂട്ടുകാർ വിളിച്ചിട്ട് പറയുന്നത് ഞാൻ അൺഫോളോ അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ അവളാണെങ്കിൽ ജസ്റ്റ് തമാശക്ക് ഇങ്ങനെ ചിലവരങ്ങനെ ആണല്ലോ, ഇങ്ങനെ ഫോളോ അയച്ചുമ്പോൾ തമാശക്ക് കയറി പെട്ടെന്ന് അൺഫോളോ അടിച്ചു. അവൾ 2 ദിവസം അവൾ എന്നെ തിരിച്ച് ഫോളോ ചെയ്തിട്ടില്ല. അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അവൾ എന്നെ ഫോളോ ആക്കിയത്.
അപ്പോൾ അതുപോലെ ആരും അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകരുത് ഗൈസ്. നല്ല മഴ, ഞങ്ങൾ മഴ പൊടിക്കുന്നത് മഴയത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ഇനിയും വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഞങ്ങളുടെ കേക്കൊക്കെ വെള്ളത്തിൽ നനയുന്നു ഗൈസ്. അപ്പോൾ ഇത്രയുള്ള ബൈ ടാറ്റ. സബ്സ്ക്രൈബ് ചെയ്യണേ.